ഹലോ ഡിയേഴ്സ്, ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 9th ചാപ്റ്ററായ മിഡീവൽ കേരള എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ടീച്ചറോട് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ അപ്പം മിഡീവൽ കേരള അല്ലേ. അപ്പം മിഡീവൽ വേൾഡ് നമ്മളിപ്പോൾ 8th ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. അപ്പോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് ടീച്ചർ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് മിഡീവൽ കേരളയാണ് അല്ലേ, എന്താണ് മധ്യകാല കേരളം എന്നുള്ളത്. വി ഹാവ് ഡിസ്കസ്ഡ് ദ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ്. എന്താണ് ഈ മിഡീവൽ ഇന്ത്യ എന്താണ് മധ്യകാല ഇന്ത്യയുടെ ചരിത്രം നാം മുൻ അധ്യായങ്ങളിൽ പരിചയപ്പെട്ടല്ലോ. Now let's discuss the social life in Kerala during the period. Copper plates are the important source of history of medieval Kerala between 9th and 18th century CE. The picture of such copper plates is given below. എന്താണ് ഈ കാലയളവിൽ കേരളത്തിലെ ജനജീവിതം എങ്ങനെയായിരുന്നു? ഈ മധ്യകാല ഇന്ത്യയുടെ ചരിത്രം നാം മുൻ അധ്യായങ്ങളിൽ പരിചയപ്പെട്ടു അല്ലേ. ഈ കാലയളവിൽ കേരളത്തിലെ ജനജീവിതം എങ്ങനെയായിരുന്നു? 9th and 18th century CE, അതായത് CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് എന്താണ് ഈ കോപ്പർ പ്ലേറ്റ്. എന്താണ് ചെപ്പേടുകൾ എന്ന് പറയില്ലേ, അത്തരം കോപ്പർ പ്ലേറ്റ് ആണ് ചിത്രത്തിലുള്ളത്. നോക്കിയ ചിത്രത്തിലുള്ള കോപ്പർ പ്ലേറ്റ് കണ്ടോ? ഇതാണ് കോപ്പർ പ്ലേറ്റ് അല്ലേ, ജെവിഷ് കോപ്പർ പ്ലേറ്റ് അല്ലേ. ജൂത എന്താണ് കോപ്പർ പ്ലേറ്റ് ആണ് അല്ലേ. നോക്കൂ, ദെൻ കോപ്പർ പ്ലേറ്റ് എന്താണ് ആദ്യം നമുക്ക് നോക്കാം. The copper plates with inscriptions were used as document in ancient times. The official documents given by the chieftains to temples and tradesmen were mainly on such copper plates. Terisapalli and Jewish copper plates are examples. In some of the plates, the chieftains' reigning period is also recorded. എന്താണ് ഈ ചെമ്പ് തകിടിൽ ഇൻസ്ക്രിപ്ഷൻസ്, അതായത് ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് എന്ത് കോപ്പർ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് കോപ്പർ പ്ലേറ്റ്സ് വിത്ത് ഇൻസ്ക്രിപ്ഷൻസ് വെർ യൂസ്ഡ് ടു ഡോക്യുമെന്റ് ഇൻ ഏൻഷ്യന്റ് ടൈംസ്. എന്താണ് ചെമ്പ് തകിടിൽ എഴുതിയ ലിഖിതങ്ങളെയാണ് എന്ത് ഈ കോപ്പർ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. നാടുവാഴികൾ എന്താണ് ചീഫ്റ്റെയിൻസ് ടു ടെമ്പിൾസ് ആൻഡ് ട്രേഡ്സ്മെൻ വെർ മെയിൻലി ഓൺ സച്ച് കോപ്പർ പ്ലേറ്റ്സ്. എന്താണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. എന്താണ് ഈ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തി കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും എന്താണ് ഈ കോപ്പർ പ്ലേറ്റിലായിരുന്നു അല്ലെ. ഉദാഹരണം എന്താണ് ഈ തെരീസ പള്ളി കോപ്പർ പ്ലേറ്റും, പിന്നെ അതുപോലെ എന്താണ് ജെവിഷ് കോപ്പർ പ്ലേറ്റ്. ചില കോപ്പർ പ്ലേറ്റുകളിൽ എന്താണ് ഈ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ നോക്കിയേ, രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണവർഷം. ഓക്കെ, അപ്പൊ എന്താണ് ഈ അതായത് എന്താ സംഭവം മനസ്സിലായില്ലേ. ഈ നാടുവാഴികൾ, അന്നത്തെ നാടുവാഴി എന്ന് പറഞ്ഞാല് ഓരോ സ്ഥലത്ത് ഓരോ രാജാക്കന്മാരാണ് അല്ലെ. അപ്പൊ നാടുവാഴികൾ എന്താണ് ഈ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും എന്താണ് മറ്റും ചാർത്തി കൊടുത്ത അധികാര രേഖകളാണ് ഈ പ്രധാനമായിട്ടും ഈ ചെപ്പോർഡുകൾ ഉണ്ടായിരുന്നത്, ഈ കോപ്പർ പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അതാണ് കോപ്പർ പ്ലേറ്റ് അതിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ എന്താ ആധാരം എന്നൊക്കെ പറയുന്നില്ല, അതുപോലൊക്കെ ആയിരിക്കും അല്ലെ. ദെൻ നോക്കാം. ആർ യു ഫെമിലിയർ വിത്ത് ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഇൻ ഇറ്റ്? ഇതിൽ രേഖപ്പെടുത്തിയ എഴുത്ത് നിങ്ങൾക്ക് പരിചയമുള്ളതാണോ? ഈ എഴുത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഹിയർ ഇൻ എന്താണ് വെട്ടെഴുത്ത് ആൻഡ് ഓൾഡ് സ്ക്രിപ്റ്റ്. എന്താണ് വട്ടെഴുത്ത് അല്ലെ. എന്താണ് ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഹിയർ ഇൻ വട്ടെഴുത്ത് ആൻഡ് ഓൾഡ് സ്ക്രിപ്റ്റ് ആണ് അല്ലെ. ഇതിൽ എന്താണ് വട്ടെഴുത്ത് എന്ന പഴയ കാല ലിപിയാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലെ, വട്ടെഴുത്ത്. ഓക്കെ, ദിസ് കോപ്പർ പ്ലേറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ദ റൈറ്റ്സ് സെക്ഷൻ ടു എന്താണ് സാങ്ഷൻ ടു 5 വണ്ണം അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് ബൈ ഭാസ്കര രവി, എ മെഡീവൽ റൂളേഴ്സ് ഓഫ് കേരള ബേസ്ഡ് ഓൺ മഹോദയപുരം അല്ലെ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത്. ഈ രേഖ എന്തിന്റെ അറിയോ? അതായത് ഈ മഹോദയപുരത്ത് ആസ്ഥാനമാക്കി മിഡീവൽ ടൈമില് കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി എന്ന് പറഞ്ഞ രാജാവ് അല്ലെ, അവരെന്താണ് നാടുവാഴി നാടുവാഴി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് എന്ത്
ഈ കോപ്പർ പ്ലേറ്റിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്, ഈ മുകളത്തെ കോപ്പർ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് അല്ലേ, ഇത് ഭാഷ എന്താ മനസ്സിലാവില്ല അല്ലേ, അതെന്താണ് വട്ടെഴുത്ത് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ആണ് അല്ലേ, അത് ഓൾഡ് സ്ക്രിപ്റ്റ് ആണ്. ഇപ്പൊ അതൊന്നും ആരും ഉപയോഗിക്കുന്നതായി കാണുന്നില്ല അല്ലേ. ഡു യു നോ വേർ മഹോദയപുരം വാസ് ലൊക്കേറ്റഡ്? നിങ്ങൾക്കറിയോ എവിടെയായിരുന്നു മഹോദയപുരം? ലെറ്റ്സ് ഹാവ് എ ഇൻക്വയറി ഇൻ ടു മഹോദയപുരം, ഇറ്റ്സ് റൂളേഴ്സ് ആൻഡ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ. എന്താണ് അവിടുത്തെ മറ്റ് ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു, അക്കാലത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു, നമുക്ക് അന്വേഷിക്കാം. നോക്കാം. പെരുമാൾസ് കേട്ടിട്ടുണ്ടോ? പെരുമാളന്മാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പെരുമാക്കൾ എന്നൊക്കെ. Kerala was a part of the ancient Tamilagam ruled by the Moovandes. We have discussed the ancient Tamilagam in the previous class. A kingdom based at Mahadapuram was established by the 9th century CE. The rulers of the kingdom were known as Perumals. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ, ഏൻഷ്യൻ തമിഴകത്തില് എന്താണ് മൂവന്തേസ് എന്ന് പറഞ്ഞില്ലേ, അവിടെ എന്താണ് മൂവന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത് അല്ലെ. കേരളം ഉൾപ്പെടുന്ന ഈ ഏൻഷ്യൻ തമിഴകത്തിൽ എന്താണ് മൂവന്തന്മാരുടെ റൂളായിരുന്നു, ഭരണമാണ് നിലനിന്നിരുന്നത് അല്ലെ. എന്താണ് ഏൻഷ്യൻ തമിഴകത്തെ പറ്റി മുൻ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. CE 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. CE 9ാം നൂറ്റാണ്ടോടെയാണ് എന്ത് മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് എന്താക്കി രാജഭരണം നിലവിൽ വന്നത്. ഇവിടുത്തെ രാജാക്കന്മാർ എന്താണ് പെരുമാക്കൾ എന്നറിയപ്പെട്ടു. അവിടുത്തെ രാജാക്കന്മാർ എന്താണ് പെരുമാൾസ് എന്നറിയപ്പെട്ടു. ഇവിടുത്തെ റൂളർ ഓഫ് ദ കിങ്ഡം വെർ നോൺ ആസ് പെരുമാൾസ് അല്ലെ. അവരെന്താണ് ഈ പെരുമാക്കന്മാർ എന്നറിയപ്പെട്ടു, പെരുമാൾസ് എന്നറിയപ്പെട്ടു. ദ പ്രസന്റ് കൊടുങ്ങല്ലൂർ ആൻഡ് ദ സറൗണ്ടിങ് ഏരിയാസ് വെർ നോൺ ആസ് മഹോദയപുരം ഇൻ ദോസ് ഡേയ്സ്. എന്താണ് ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് എന്ത് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നത്. The Perumals were also known as Cheras and Cheramans. Some of these rulers adopted the title of Kulashegara. Most regions in the present Kerala were under the rule of the Perumals. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. അപ്പൊ ഇവിടുത്തെ രാജാക്കന്മാരാണ് പെരുമാൾ എന്നറിയപ്പെട്ടത് അല്ലെ. ഇവിടെ ഇന്നത്തെ കൊടുങ്ങല്ലൂർ കേട്ടിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർ എന്നൊക്കെ ആ കൊടുങ്ങല്ലൂരും അതിന്റെ സമീപ പ്രദേശങ്ങളിലുമാണ് എന്ത് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നത്. ഈ പെരുമാക്കന്മാരുണ്ടല്ലോ പെരുമാൾസ്, ചേരൻ ചേരമാൻ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. പെരുമാൾസ് ആണ് എന്ത് ചേരാസും ചേരമാൻസും എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. ചില ഭരണാധികാരികൾ എന്താണ് കുലശേഖരൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ചില ഭരണാധികാരികൾ കുലശേഖര എന്നുള്ള സ്ഥാനപ്പേരും സ്വീകരിച്ചു. Read the map of and identify the regions under the reign of the Perumals. List the nadus. എന്താണ് ഇന്നത്തെ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കന്മാരുടെ ഭരണത്തിൽ കീഴിലായിരുന്നു. ഇവിടെ പറഞ്ഞില്ല അല്ലെ. മോസ്റ്റ് റീജിയൻസ് ഇൻ ദ പ്രസന്റ് കേരള വേർ അണ്ടർ ദ റൂൾ ഓഫ് ദ പെരുമാൾസ്. എന്താണ് ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ എന്താണ് ഈ പെരുമാൾസിന്റെ കീഴിലായിരുന്നു. ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങൾ എന്താണ് പെരുമാൾസിന്റെ കീഴിലായിരുന്നു. നോക്കൂ. Read the map and identify the regions under the reign of the Perumals. List the നാഡൂസ്. എന്താണ് ഭൂപടത്തിൽ പെരുമാൾ കാലത്തെ രാജ്യവിസ്തൃതി എവിടെയൊക്കെ വ്യാപിച്ചിരുന്നു എന്ന് നോക്കൂ. അവ വ്യാപിച്ചിരുന്ന നാടുകൾ എന്താണ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. നാഡൂസ് ഡ്യൂറിങ് ദ പെരുമാൾ പീരീഡ്. എന്താണ് ഈ പെരുമാൾ കാലത്തെ നാടുകൾ CE 800 to CE 1122 അല്ലെ. നോക്കൂ. തുളുനാട് കേട്ടില്ലേ? തുളുനാട്. പിന്നെന്താണ് കോലോത്തുനാട്, ഏഴിമല, പിന്നെ ഏതാണ് പിന്നെന്താ വളപ്പട്ടണം പുഴ, പിന്നെ റിവർ അല്ലെ. പിന്നെന്താണ് പുറംകീഴനാട്, പന്തലായനിക്കൊല്ലം അല്ലെ, പന്തലായനിക്കൊല്ലം. പിന്നെന്താ കുറുമ്പുറൈ നാട്, പിന്നെന്താ ചാലിയാർ റിവർ, ഏറാളനാട്, രാമവളനാട്, ഭാരതപ്പുഴ, വള്ളുവനാട്, നെടുങ്കാലൈ നാട്, കൊടുങ്ങനാട്. അപ്പുറത്തില്ലേ കൊടുങ്ങനാട് കണ്ടവിടെ, ഇതാണ് കൊടുങ്ങനാട്. പിന്നെന്താണ് നെടുമ്പുറൈ നാട്, പിന്നെ അതാ കൊടുങ്ങല്ലൂർ അവിടെ അല്ലെ. അവിടെ എന്തൊക്കെയാണ് മുയിരിക്കോട്, മഹോദയപുരം അല്ലെ. മുയിരിക്കോട് മഹോദയപുരം ഒക്കെ കൊടുങ്ങല്ലൂർ ഭാഗം അല്ലെ. പിന്നെ പെരിയാർ റിവർ, പിന്നെന്താണ് കീഴ്മലൈ നാട്, കാൽക്കരൈ നാട്, പിന്നെ വെമ്പലനാട്, പിന്നെ എന്താ വരുന്ന നന്റുവഴി നാട്, പിന്നെ മുഞ്ഞുനാട്, വേണാട്, കൊല്ലം, തിരുവനന്തപുരം, പാണ്ടിനാട് അല്ലെ. ഇതൊക്കെയാണ് അല്ലെ. You can see that the reign of the Perumals extended from കോലോത്തുനാട് in the north to വേണാട് in the south. എന്താണ് ഈ
പെരുമാൾ കോലോത്ത് നോർത്ത് അല്ലെ, നോർത്ത് കോലോത്ത് നാട് മുതൽ സൗത്ത് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചതായി കണ്ടില്ലേ അത്. Let's examine the socio-economic features of these regions during the reign of the Perumals. എന്താണ് ഈ പെരുമാൾ കാലത്തെ സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ ഏരിയാസ് ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്. എന്താണ് ഈ അഗ്രികൾച്ചർ എന്താണ് ഫ്ലറിഷ്ഡ് ഇൻ ഏരിയാസ് ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്. എന്താണ് ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലാണ് എന്ത് കൃഷി വ്യാപകമായത്. എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, വെള്ളമുള്ള സ്ഥലത്താണ് എന്താണ് കൃഷി ഉണ്ടാവുള്ളൂ അല്ലെ. പിന്നെന്താണ് ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ പവർ ഇൻ അഗ്രികൾച്ചറൽ വില്ലേജസ്. പിന്നെന്താണ് കാർഷിക മേഖലകളിൽ ഗ്രാമങ്ങളിൽ അല്ലെ, അഗ്രികൾച്ചറൽ വില്ലേജസിൽ ഈ ബ്രാഹ്മണർ എന്താക്കി അധികാരം സ്ഥാപിച്ചു. അഗ്രികൾച്ചറൽ വില്ലേജില് ഈ ബ്രാഹ്മിൻസ് എന്താക്കി അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെ. ടെമ്പിൾസ് ഡെവലപ്ഡ് ആസ് സെന്റേഴ്സ് ഓഫ് പവർ. എന്താണ് ക്ഷേത്രങ്ങൾ അല്ലെ, ടെമ്പിൾസ് എന്താക്കി അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. പിന്നെന്താ വരുന്നത്, the ownership of farmlands was vested with the Brahmins. എന്താണ് ഈ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു, സാധാരണക്കാർക്കല്ലായിരുന്നു, ബ്രാഹ്മണന്മാർക്കായിരുന്നു എന്ത് ഈ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം. ആളടിയാസ് were the people who toiled in the soil. എന്താണ് ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയന്മാരായിരുന്നു. അവരെപ്പോയി എന്താണ് ആളടിയന്മാരായിരുന്നു അല്ലെ. അവർക്ക് ഭൂമിയും ഇതൊന്നും ഉണ്ടാവില്ല, ഈ ബ്രാഹ്മൺസ് കൊടുക്കുന്ന കുടിലേക്കും അവർ താമസിക്കുക അല്ലെ. Besides farmers, there were many other occupational groups in villages. As agriculture became widespread, large areas of land called Nadu developed. Those who established power over the Nadus came to be known as Naduvaris. എന്താണ് ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ എന്താ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ നാടുകൾ ഉണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്നറിയപ്പെട്ടു. കണ്ട, നാട് ഭരിച്ചിരുന്നവരാണ് എന്ത് നാടുവാഴീസ് എന്നറിയപ്പെടുന്നത്. എന്താണ് those who established power over the nadus came to be known as നാടുവാഴീസ്. ഓക്കെ, then നാടുവാഴി സ്വരൂപം. എന്താണ് നാടുവാഴി സ്വരൂപം എന്ന് പറഞ്ഞാല്, the reign of the Perumals came to an end of the 12th century. Consequently, the chieftains who were the local rulers under the Perumals began to rule their respective nadus independently. എന്താണ് ഈ 12ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. എന്താണ് 12th സെഞ്ചുറിന്റെ എൻഡ് ആയപ്പോഴത്തേനും എന്താണ് ഈ പെരുമാൾസിന്റെ ഈ ഭരണം എന്താക്കി അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലക്ക് ഭരണം ആരംഭിച്ചു. എന്താണ് ഈ പെരുമാളുടെ കീഴിൽ കുറെ നാടുവാഴികൾ ഭരണം നടത്തിയിരുന്നു അല്ലെ. അപ്പൊ ഈ പെരുമാൾ ഭരണം അവസാനിച്ചപ്പോ എന്താക്കി അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ എന്താക്കിയേ അതാത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് എന്താക്കി ഭരണം ആരംഭിച്ചു. ഇൻഡിപെൻഡന്റ്ലി ആയിട്ട് സ്വന്തമായിട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവരെന്താക്കി റൂൾ ചെയ്തു അല്ലെ, ഭരിച്ചു. ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ചീഫ്റ്റൈൻ വാസ് നോൺ ആസ് സ്വരൂപം. എന്താണ് നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. കണ്ടോ, നാടുവാഴികൾ ഭരിക്കുന്ന സ്ഥലം അല്ലെ, അതായത് നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ എന്താണ് സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. നാടുവാഴികൾ ഭരിച്ചിരുന്ന ആ സ്ഥലം അതാണ് എന്ത് സ്വരൂപം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ദ ജോയിന്റ് ഫാമിലി ഓഫ് ദ ചീഫ്റ്റൈൻ വാസ് ഓൾസോ നോൺ ആസ് സ്വരൂപം. എന്താണ് ഈ ചീഫ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ആരാ നാടുവാഴി കേട്ടോ, ചീഫ്റ്റൈൻ നാടുവാഴി. ഓക്കെ, അപ്പൊ എന്താണ് ഈ ചീഫ്റ്റൈൻസിന്റെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. അപ്പൊ ചീഫ്റ്റൈന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. പിന്നെ ചീഫ്റ്റൈന്റെ കുടുംബം എന്താണ് സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. The elder member of the family became the ruler. There were disparities in wealth and military power among the Nadus. The chieftains fought among themselves for power. എന്താണ് കുടുംബത്തിലെ മൂത്ത അംഗമാണ് എൽഡർ അല്ലെ, എൽഡസ്റ്റ് മെമ്പർ ആണ് എന്ത് അധികാരം കൈയാളിയിരുന്നത്. എന്താണ് എൽഡസ്റ്റ് മെമ്പർ ആയിരുന്നു, ഫാമിലിയിലുള്ള എൽഡസ്റ്റ് മെമ്പർ ആയിരുന്നു എന്ത് പിന്നത്തെ റൂളറായി വരിക, പിന്നത്തെ എന്താണ് ഭരണാധികാരിയായിട്ട് വരുന്നത്. പിന്നെ വേണാട് ഭരിച്ചിരുന്ന ഓക്കെ, അപ്പൊ എന്താണ് നാടുവാഴിയുടെ കുടുംബവും സ്വരൂപം അല്ലെ, കുടുംബത്തിലെ മൂത്ത അംഗമാണ് എന്ത് അധികാരം കൈയാളിയിരുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ദ മേജർ സ്വരൂപംസ് ഡ്യൂറിംഗ് ദ പീരീഡ് വർ തൃപ്പപ്പൂരു സ്വരൂപം ഇൻ വേണാട്,
പെരുമ്പടപ്പ് സ്വരൂപം ഇൻ കൊച്ചി, നെടിയിരിപ്പ് സ്വരൂപം ഇൻ കോഴിക്കോട് ആൻഡ് കോലോസ രൂപം ഇൻ ചിറക്കൽ. എന്താണ് ഈ വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂര് സ്വരൂപവും കൊച്ചി ഭരിച്ചിരുന്ന പരുമ്പടപ്പ് സ്വരൂപവും കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരിപ്പ് സ്വരൂപവും ചിറക്കൽ ഭരിച്ചിരുന്ന കോലസ്വരൂപവും എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ. അപ്പൊ മെയിനിൽ എന്താണ് മേജർ സ്വരൂപംസ് ഏതൊക്കെയായിരുന്നു? മേജർ സ്വരൂപം ഏതൊക്കെയായിരുന്നു? തൃപ്പാപ്പൂര് സ്വരൂപം ഇൻ വേണാട്, പെരുമ്പടപ്പ് സ്വരൂപം ഇൻ കൊച്ചി, നെടിയിരിപ്പ് സ്വരൂപം ഇൻ കോഴിക്കോട്, കോലസ്വരൂപം ഇൻ ചിറക്കൽ. ഓക്കെ, അതൊക്കെയായിരുന്നു എന്ത് ഈ പീരീഡിലുള്ള മേജർ സ്വരൂപം. ഓക്കെ, പ്രധാന സ്വരൂപങ്ങൾ. പിന്നെ നാടുവാഴികൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് അല്ലെ, there were disparities in wealth and military power among the nadus. അല്ലെ, നാടുകൾ തമ്മിൽ എന്താണ് സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആധിപത്യത്തിന് വേണ്ടി നാടുവാഴികൾ എന്താക്കി? പരസ്പരം പോരടിച്ചു അല്ലെ. അവരെന്താക്കി? fought among themselves for power. അല്ലെ, പവറിന് വേണ്ടി അവർ തമ്മിൽ പരസ്പരം പോരടിച്ചു. ഇനി ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേണാട് എന്താണ്? തൃപ്പരിപ്പൂര് അല്ലെ. തൃപ്പരിപ്പൂരാണ് വേണാട് വരുന്നത് അല്ലെ. പിന്നെ തൃപ്പാപ്പൂര് അല്ലെ, തൃപ്പാപ്പൂരാണ് വേണാട് സ്വരൂപം അല്ലെ. പിന്നെ കൊച്ചി ഏതാ? പെരുമ്പടപ്പ്. അപ്പൊ ഇവിടെ പെരുമ്പടപ്പാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി കോഴിക്കോട് ഏതാണ്? നെടിയിരിപ്പ്. ചിറക്കൽ ഏതാ? കോലസ്വരൂപം. ഇവിടെ കോലസ്വരൂപം എന്ന് കൊടുക്കുക കേട്ടോ. അത് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ദെൻ ട്രേഡ്. അടുത്തത് എന്താണ് ട്രേഡ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടം അല്ലെ. The internal and external trade made great progress in Kerala during the medieval period. എന്താണ്? മധ്യകാല കേരളത്തിൽ പുറംനാടുകളുമായുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. എന്താണ്? ഈ മിഡീവൽ പീരീഡിൽ കേരളത്തില് ഈ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കേരളത്തിൽ പുറംനാടുകളുമായുള്ള കച്ചവടവും പ്രാദേശികമായുള്ള കച്ചവടവും എന്താണ്? പ്രോഗ്രസ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് പ്രോഗ്രസ് ആയിരുന്നു. Can you guess the goods that were exchanged from Kerala? എന്തൊക്കെ വിഭവങ്ങളാകും നമ്മുടെ ദേശത്ത് നിന്ന് കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും? ഒന്ന് ചിന്തിച്ചു നോക്ക്. കാർഡമൺ, ഏലം, ജിഞ്ചർ, ഇഞ്ചി. പിന്നെ എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാ? പെപ്പറൊക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവില്ല മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്? ഏതിനി? അതൊക്കെ എഴുതുക കേട്ടോ. നെല്ല് അല്ലെ, റൈസ് ഒക്കെ എഴുതാം. Goods from other lands also reached the market of Kerala by trade. Given below are a few of these goods. എന്താണ്? ഇതുപോലെ പുറംനാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇവിടത്തെ വിപണികളിലും എത്തിക്കാണുമല്ലോ അല്ലെ. നമ്മൾ ഇവിടുന്ന് എന്താക്കി അങ്ങോട്ടേക്ക് കൊടുത്തയച്ചു, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവന്നുണ്ടാവുമല്ലോ അല്ലെ. അവ ഏതൊക്കെയാന്ന് നോക്കാം. given below are a few of these goods അല്ലെ. കുറച്ച് താഴെ ഉള്ളതാണ് അതിലുള്ളത്. നോക്കാം നമുക്ക്. എന്താണ്? ക്ലേ പോട്ട്സ് ഒക്കെ പുറത്തുനിന്ന് വന്നതാ. എന്താ? ഈ കളിമൺ പാത്രങ്ങൾ അല്ലെ. പിന്നെ ഫിഷിംഗ് നെറ്റ്, മീൻ വലകള്, സിൽക്ക്, പട്ട്, അതൊക്കെ എന്താണ്? പുറം നാട്ടിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് എത്തിയതാണ് അല്ലെ. നമ്മളെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയത് കാർഡമൺ, ജിഞ്ചർ, പെപ്പർ, റൈസ്, അതൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയതുമാണ് അല്ലെ. പിന്നെ സ്പൈസീസ് ഒക്കെ അല്ലെ. ഏർലിയർ ട്രേഡ് വാസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയായിരുന്നു. പൈസ ഇല്ല അന്ന്. ഇപ്പൊ നമ്മൾ പൈസ കൊടുത്താലാണ് സാധനം കിട്ടുക അല്ലെ. അന്ന് എന്തായിരുന്നു? നമ്മളൊരു സാധനം കൊടുത്താൽ വേറൊരു സാധനം തിരിച്ചു തരിക അല്ലെ. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയായിരുന്നു തുടക്കത്തിൽ കച്ചവടം. പിന്നീട് എന്താക്കി? ഈ മണി അല്ലെ, പൈസ അല്ലെ, നാണയം നൽകി സാധനങ്ങൾ വാങ്ങി. ട്രേഡ് ഗ്രൂപ്പ്സ് നെയിംലി 5 വണ്ണം, പിന്നെന്താണ്? മണിഗ്രാമം etc. existed during the period. Realizing the importance of trade, the Perumals extended every help to the trade groups. Tax on trade was an important source of income during the period. എന്താണ്? അപ്പോൾ തുടക്കത്തിൽ കച്ചവടം പ്രധാനമായി എന്താ? സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന, ഗുഡ്സിന് പകരം ഗുഡ്സ് അല്ലെ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയായിരുന്നു. പിന്നീട് എന്താക്കി? നാണയം നൽകി സാധനങ്ങൾ ഗുഡ്സ് വാങ്ങി അല്ലെ. പിന്നെ 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. കച്ചവട സംഘത്തിന്റെ പേരാണ് 5 വണ്ണവും മണിഗ്രാമവും കേട്ടോ. അന്ന് ആ കച്ചവട സംഘങ്ങൾ നിലവിലുണ്ടായിരുന്നു. വ്യാപാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഈ പെരുമാക്കന്മാർ എന്താക്കി? കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഈ പെരുമാൾസ് എന്താക്കി? ഈ ട്രേഡ് ഗ്രൂപ്പിന് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്തു കൊടുത്തു. കച്ചവട ചുങ്കം അക്കാലത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു. എന്താണ്? ടാക്സ് ഓൺ ട്രേഡ് എന്താണ്? ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് അല്ലെ.
കച്ചവട ചുങ്കായിരുന്നു അക്കാലത്തെ പ്രധാന വരുമാന മാർഗം. ഓക്കെ, ഇനി നോക്കൂ, അഞ്ചുവണ്ണവും മണിഗ്രാമും എന്താണ്? They were the trade groups that existed in Kerala from 9th to the 13th century CE. Coastal towns of Kerala were their major commercial centers. എന്താണ്? CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണിവ. കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ, അല്ലെ? വ്യാപാര കേന്ദ്രങ്ങൾ. അപ്പൊ എന്താണ്? CE 9th to 13th century വരെയാണ് എന്ത്? ഈ കേരളത്തിൽ കച്ചവടം നടത്തിയിരുന്ന സംഘങ്ങളാണ് ഈ അഞ്ചുവണ്ണവും മണിഗ്രാമവും. ഓക്കെ, കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. കോസ്റ്റൽ ടൗൺസ് ഓഫ് കേരള ആയിരുന്നു മേജർ കൊമേഴ്ഷ്യൽ സെന്റേഴ്സ് ഓഫ് അഞ്ചുവണ്ണം ആൻഡ് മണിഗ്രാമം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? മാർക്കറ്റ്സ്. എന്താണ് മാർക്കറ്റ്? അറിയാലോ, അങ്ങാടികൾ, അല്ലെ? Maritime trade achieved tremendous progress during the medieval period. The demand for exported goods increased. This resulted in the increase in the cultivation of such crops in rural areas. എന്താണ്? അക്കാലത്തെ സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. സമുദ്ര വാണിജ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സമുദ്രത്തിലൂടെ പല നാട്ടുകളിൽ നിന്ന് വരുന്നുണ്ട്, അല്ലെ? പല നാട്ടിൽ നിന്നും എന്താണ് ആൾക്കാർ വരികയാണ്, ഈ സമുദ്രത്തിലൂടെ ആയിരുന്നു വരുന്നത്, അല്ലെ? കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. അപ്പൊ എന്താക്കി? അങ്ങോട്ടേക്ക് പോകേണ്ട സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു. അപ്പൊ എന്താണ് ഉൾനാടുകൾ എന്ന് പറയുമ്പോൾ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ എന്താക്കി? കൃഷി നന്നായി വ്യാപിച്ചു, അല്ലെ? ഈ ഉൽപ്പന്നങ്ങൾ എന്താണ് കയറ്റുമതി ചെയ്യണമല്ലോ. അപ്പം കയറ്റുമതി ചെയ്യുമ്പോൾ നല്ലോണം പൈസ കിട്ടും, അല്ലെ? അപ്പൊ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി എന്താക്കി? ഉൾനാടുകളിൽ വ്യാപിച്ചു. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ എന്താക്കി? അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറി. ഈ ഗ്രാമങ്ങളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വിഭവങ്ങളൊക്കെ എന്താക്കി? ഈ മാർക്കറ്റിൽ വന്നിട്ട് എന്താക്കി? ഈ കൈമാറിയ ആൾക്കാർ, അല്ലെ? These goods were exchanged in the markets, അല്ലെ? ഈ സാധനങ്ങളൊക്കെ എന്താക്കി? മാർക്കറ്റിൽ വന്ന് കൈമാറി. The development of markets helped in the strengthening the local trade. എന്താണ്? അങ്ങാടികളുടെ വളർച്ച എന്താണ്? ഈ പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുന്നതിന് സഹായമായി, അല്ലെ? ഈ ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റ് എന്താക്കി? ഈ ലോക്കൽ ട്രേഡ് സ്ട്രെങ്തനിങ്ങിന് സഹായിച്ചു. ഓക്കെ, എന്താണ്? അങ്ങാടികളുടെ ഈ വളർച്ച, മാർക്കറ്റിന്റെ ഈ വളർച്ച എന്താക്കി? പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുന്നതിന് സഹായകമായി. ഓക്കെ, ഇതാണ് ഇതിന്റെ മാർക്കറ്റ്, അല്ലെ? അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തളയാനി were the major markets of the period. The major ports were കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. എന്താണ്? ഈ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന മാർക്കറ്റ്സ്. മേജർ മാർക്കറ്റ്സ് ഏതാണ്? ഈ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി. ഓക്കെ, പിന്നെന്താണ്? കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയ എന്താണ്? പ്രധാന മേജർ പോർട്സ്, തുറമുഖങ്ങളുമായിരുന്നു. ഈ കപ്പലിലൊക്കെ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന, അല്ലെ? അവിടെ മേജർ പോർട്സ് കൊല്ലവും, കൊച്ചി, കോഴിക്കോടും, വളപട്ടണമായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിന്റെ കൂടുതൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. ലൊക്കേറ്റ് ദീസ് പോർട്സ് ഓൺ എ മാപ്പ് ഓഫ് കേരള. ഈ പോർട്സ്, ഈ തുറമുഖം കേരളത്തിന്റെ ഭൂപടത്തിൽ മേൽപ്പറഞ്ഞ തുറമുഖങ്ങളുടെ സ്ഥാനം എവിടേക്കാണെന്ന് കണ്ടെത്തുക കേട്ടോ. Several goods reached the markets in Kerala through land and sea trade. See the descriptions of these goods in ഉന്നേനി നീലി സന്ദേശം, എ പോയം ഇൻ മണിപ്രവാളം. എന്താണ്? ഈ കരകവിയും കടൽ വഴിയും, അല്ലെ? കരവഴിയും കടൽ വഴിയും അങ്ങാടികളിൽ എത്തിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയായിരുന്നു? മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ വിവരിക്കുന്നു. നോക്കിയേ, മണിപ്രവാളം എന്താണ്? മണിപ്രവാളം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ന്യൂ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഇവോൾവ് ഡ്യൂറിംഗ് ദ medieval period. It was a mixture of Sanskrit and Old Malayalam. The newly developed style of language came to be known as Manipravalam. Several literary works were written in this style during the period. എന്താണ്? ഈ മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഒരു ഭാഷാ ശൈലി രൂപം കൊണ്ട് അത് മണിപ്രവാള രീതി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് മണിപ്രവാള രീതി എന്ന് പറയുന്നത്? മിഡീവൽ പീരീഡില് ഈ സാൻസ്ക്രിറ്റും ഓൾഡ് മലയാളവും, അല്ലെ? സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഒരു ഭാഷാ ശൈലി രൂപം കൊണ്ടു അത് മണിപ്രവാള രീതി എന്ന് അറിയപ്പെടുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ എന്താക്കി? ഈ ശൈലിയിൽ എന്താക്കി? രചിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, ഇതൊരു മണിപ്രവാളം പോയാണ്, അല്ലെ? ഇതെന്താണ്? ഉണ്ണുനീലി സന്ദേശം എന്നുള്ളതിന്റെ ഇതിലാണ്. തട്ടം കട്ടിൽ കയറുവല കൈക്കട്ടിൽ മഞ്ചട്ടി കൊട്ടം മുട്ടും മുട്ടിൽ കരയുമരിയും പെട്ടിയും പട്ടുനൂലും
ചാടും കുടയും അടയും പഞ്ഞിയും മുഞ്ഞിവേരും നൂറും ചൂറും ചോരയും മറയും കാരിരുമ്പും കരിമ്പും ഉണ്ടോ? അതാണ് അല്ലേ. എന്താണ് മണിപ്രവാളത്തിൽ നിന്ന് എടുത്ത ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലേ. ഉണ്ണിനീലി സന്ദേശമാണിത് അല്ലേ. അതായത് ഉണ്ണിനീലി സന്ദേശം വിവരിക്കുന്നതാണിത് അല്ലേ, മണിപ്രവാള കൃതിയായ. ഓക്കെ, ദെൻ ലിസ്റ്റ് ദ ഐറ്റംസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്സ് ഡ്യൂറിംഗ് ദ പീരീഡ്. എന്താണ് ഈ മാർക്കറ്റിൽ നിന്ന് അക്കാലത്ത് ലഭിച്ചിരുന്ന സാധനങ്ങൾ എന്തെല്ലാം പട്ടികപ്പെടുത്തു. ഇവിടെ പറയുന്നുണ്ട് അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? തട്ടം, കട്ടിൽ, കയറു, വല, കൈക്കട്ടിൽ, മഞ്ചട്ടി, കൊട്ടം, പിന്നെ മുട്ടിൽ കരയും അരിയും പെട്ടിയും പട്ടുനൂലും ആടും ചാടും കുടയും അടയും പഞ്ഞിയും മുഞ്ഞിവേരും നൂറും ചോറും ചുറയും മറയും കാരിരുമ്പും കരിമ്പും അല്ലെ. അതൊക്കെയാണ് അല്ലെ. അപ്പൊ ഇതിൽ എന്താണ് ലിസ്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഈ അങ്ങാടിയിൽ നിന്ന് അക്കാലത്ത് ലഭിച്ചിരുന്ന സാധനങ്ങൾ എന്തെല്ലാം അത് ലിസ്റ്റ് ആക്കുക. ആർ ദീസ് ഐറ്റംസ് സ്റ്റിൽ അവൈലബിൾ ഇൻ യുവർ ഏരിയ? അവ ഇന്നും നിങ്ങളുടെ നാട്ടിലുണ്ടോ? In the previous chapters we have discussed the travelers that described trade. എന്താണ് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ മുൻ അധ്യായത്തിൽ പല സഞ്ചാരികളും വ്യാപാരത്തെ പറ്റി വിവരിച്ചത് ഓർക്കുമല്ലോ. Let's now go through the description of 15th century of Calicut port and trade by Ma Huan, a Chinese traveler who visited Kerala during the period. എന്താണ് ഈ 15ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മഹാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെ പറ്റിയും വിവരിച്ചത് നോക്കൂ. As a ship carrying goods from China arrives at the port, Shabender Khoya, the king's representative and a broker, board the ship and list the goods. A suitable day is opted to fix the prices of goods. Priority was given to silk clothes. Once the prices are fixed, they take a vow that the prices of goods will not be changed under any circumstances. മലയാളത്തിൻ്റെ നല്ല ഇംഗ്ലീഷ് തന്നെയല്ലേ നമുക്ക്. മലയാളം എന്തെല്ലാം അവിടെ എഴുതിയിരിക്കുന്നത്, അതിന് നല്ല ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് സുഖം അല്ലേ. അപ്പൊ നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഒരു കപ്പൽ എത്തുമ്പോൾ രാജാവിന്റെ പ്രതിനിധിയായ ഒരു ബ്രോക്കറായിട്ട് എന്താണ് ശാബന്തർ കോയയും ഒരു ദല്ലാളും ഒരു ബ്രോക്കറും ഉണ്ടാവും അല്ലെ. എന്താണ് ചൈനയിൽ നിന്ന് ഒരു കപ്പൽ എത്തുമ്പോൾ രാജാവിന്റെ പ്രതിനിധിയായ ശാബന്തർ കോയയും കിങ്സ് റെപ്രസെന്റേറ്റീവ് ഒരു ദല്ലാളും ഒരു ബ്രോക്കറും കപ്പലിലെത്തും. കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്കുവില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം പട്ടുവസ്ത്രങ്ങൾ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു. നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു, ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളതല്ലാന്ന് അല്ലെ. Thus the goods were exchanged for the price fixed by the dallals brokers. അല്ലെ. ഇങ്ങനെ ബ്രോക്കർമാർ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലക്കാണെന്ത് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന ഈ വിലക്കാണെന്ത് ഈ ഗുഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. ഓക്കെ, prepare a note on the 15th century trade in Kozhikode collecting details from Ma Huan's description. എന്താണ് മാഹാന്റെ വിവരണത്തിൽ നിന്ന് കോഴിക്കോട്ടെ കച്ചവടത്തെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും? കുറിപ്പ് തയ്യാറാക്കുക. എന്താ അവിടെ പറഞ്ഞു നോക്ക്. as a ship carry, ഇതാണ് മഹാന്റെ വാക്കുകൾ അല്ലെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ് ടീച്ചർ ഇതൊന്നും കൂടി പറഞ്ഞുതരാം മലയാളത്തിൽ, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് ചൈനയിൽ നിന്ന് ഒരു കപ്പൽ എത്തുമ്പോൾ രാജാവിന്റെ പ്രതിനിധിയായ ഒരു എന്താണ് ദല്ലാളും പിന്നെ ശാബന്തർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും. എന്താണ് ചൈനയിൽ നിന്ന് ഒരു കപ്പൽ എത്തുമ്പോൾ എന്താണ് കടൽ വഴിയാണ് കപ്പൽ എത്തുക അല്ലെ. അപ്പൊ ഈ ചൈനയിൽ നിന്ന് കപ്പൽ എത്തുമ്പോ എന്താണ് രാജാവിന്റെ പ്രതിനിധിയായിട്ട് എന്താ ഒരു ശാബന്തർ കോയയും ഒരു ദല്ലാളും കപ്പലിലേക്ക് എത്തും. കപ്പലിലെ വസ്തുക്കൾ എന്തൊക്കെയുണ്ട് എന്ന് ഒരു നോക്കും. ആ വസ്തുക്കളൊക്കെ എന്താക്കും ഒരു ലിസ്റ്റ് ആക്കി എഴുതും. എന്നിട്ട് ചരക്ക് വില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം എന്താക്കും പട്ടുവസ്ത്രങ്ങൾ അവർ നോക്കുക അല്ലെ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം എന്താക്കും വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു പറയും എന്ത് നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അല്ലെ. ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല എന്നും പറയും അല്ലെ. ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലക്കാണ് എന്ത് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് മാഹാന്റെ വാക്കുകൾ അല്ലെ. അപ്പൊ ഈ മാഹാന്റെ വിവരണത്തിൽ നിന്ന് കോഴിക്കോട്ടെ കച്ചവടത്തെ കുറിച്ചാണ് പറഞ്ഞല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു അതിന്റെ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗം ലാംഗ്വേജ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളത് ടീച്ചർ അടുത്ത ഭാഗത്ത് എടുക്കുക കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.